നമുക്ക് വലിയ അടുപ്പമില്ലെങ്കിലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മരണകഥകളും ആത്മഹത്യാ കഥകളും കേൾക്കുമ്പോൾ വളരെയേറെ നാളുകളായി നമുക്ക് അറിയുന്നവരെ പോലെ പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. മലയാളികളാകുമ്പോൾ പ്രത്യേകിച്ച് അത്തരത്തിൽ വിഷമം വർദ്ധിക്കുന്നു. ഇപ്പോഴിതാ ഒരു വാർത്ത ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നു. ആലപ്പുഴ മാന്നാറിലാണ് സംഭവം. 2 കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം പിതാവ് ജീവനൊടുക്കി. ഇതാണ് വാർത്ത. വളരെയധികം ദുഃഖിപ്പിക്കുന്ന വാർത്ത എന്നത് ഇതിലൊരു കുട്ടി മരിച്ചിരിക്കുന്നു എന്നതാണ്. മാന്നാറിൽ 2 കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം പിതാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ മൂത്ത മകൾ മരിച്ചിരിക്കുകയാണ്. ആലുമൂട് ജംഗ്ഷൻ പുല്ലേലിമുക്ക് തെള്ളിയിൽ കിഴക്കതിൽ ശിവശൈലം വീട്ടിൽ ശിവനന്ദയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ മരിച്ചത്. ശിവനന്ദയുടെ പ്രായം 12 വയസ്സ് മാത്രമായിരുന്നു. വിഷം കഴിച്ചതിന് പിന്നാലെ പിതാവ് മനോജ് ഇന്നലെ മരിച്ചിരുന്നു. പിന്നാലെയാണ് മൂത്ത മകളുടെ മരണവും സ്ഥിരീകരിച്ചിരുന്നത്. ഇളയ മകൾ ശിവകീർത്തന ആശുപത്രിയിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിയുകയാണ്. മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശിവനന്ദ. ഇന്നലെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി കാറിൽ വെച്ചാണ് മനോജ് വിഷം കലർത്തിയ ജ്യൂസ് കുട്ടികൾക്ക് നൽകിയത്. പിന്നാലെ മനോജും ജ്യൂസ് കുടിച്ചു. എന്നാൽ കയ്പാണെന്ന് പറഞ്ഞ് ഇളയ മകൾ ശിവഗംഗ ജ്യൂസ് തുപ്പിക്കളഞ്ഞു. തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട കാറിൽ മൂവരെയും അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട നാട്ടുകാർ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മനോജ് മരിക്കുകയും ചെയ്തു. കുടുംബത്തിനുള്ള സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് ബന്ധുക്കളെയും മറ്റ് മൊഴിയെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളും അവർ അയച്ചിരുന്ന മെസ്സേജുകളും ഫോൺ കോളുകളും അവർക്ക് അവസാനമായി ലഭിച്ച സന്ദേശങ്ങളും ഉൾപ്പെടെ പലതും ചെക്ക് ചെയ്തു മൊഴികൾ രേഖപ്പെടുത്തിയും മാത്രമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ദൃഢത വരുത്താൻ പോലീസിന് ആവുകയുള്ളൂ. ഇപ്പോൾ ഇളയ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയാണ് ഏറ്റവും മുന്നിൽ കാണുന്നത് എന്ന് തന്നെ പറയാം. എങ്കിലേ എന്താണ് സംഭവമെന്നും എങ്ങനെയാണ് സംഭവമെന്നും അറിയാൻ സാധിക്കൂ. ഇളയ കുട്ടി തുപ്പിക്കളഞ്ഞു എന്ന് ഇവർ തന്നെയാണ് പറഞ്ഞത്. കയ്പാണ് എന്ന് മകൾ പറയുകയും മകൾ കണ്ടുപിടിക്കുകയും വേഗം അവൾ തുപ്പിൽ കളയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അധികം വിഷാംശം മൂത്ത കുട്ടിയെപ്പോലെയും അച്ഛനെപ്പോലെയും ഉള്ളിൽ പോകാത്തത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പരിശോധിക്കുന്നത്. എന്നാൽ ഇനി ഭൂമിയിൽ അവൾ കണ്ണു തുറന്നു വരുമ്പോൾ അവളുടെ ചേച്ചിയും അച്ഛനും ഇല്ല എന്നത് അവൾക്ക് എത്രമാത്രം താങ്ങാനാകുമെന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ വേദനയായി തന്നെയാണ് ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലും തോന്നിത്തുടങ്ങുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.